നിർമ്മല മദ്ബഹായിൽ കർത്തൃ സ്നേഹാൽ ശുശ്രൂഷിച്ചോരാ വൈദികരെ പിഞ്ചെല്ലും ഏറെ മാദേവാ ഗാരേ ബാറക്കുമോ ശുഭഹോലാബോ ലബ്രോവൽ റൂഹു കാദീശോ ഭംഗ്യാ ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖപ്രഭയെ കേണം മൊറിയോറാകെ ആലൈനുവാദാരേ ആചാരേശ മശിഹാകോദാ ശകളർപ്പിച്ചോ ആചാര്യന്മാർ ഏകുക പുണ്യം നാഥാസ്തോ. മാതാപിതാക്കളെ, എംസിഎം സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ, കുർബാന മധ്യയുള്ള പ്രസംഗത്തിൽ നമ്മുടെ അച്ഛൻ ഇവാനിയസ് പിതാവിനെ പറ്റി സംസാരിക്കുകയുണ്ടായി. എങ്കിലും പിതാവിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ കർത്തവ്യം. മലങ്കര സഭയുടെ പുനരൈക്യ ശില്പി, മലങ്കര കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ പിതാവ് 1882 സെപ്റ്റംബർ 21 മാവേലിക്കര അന്നമ്മ പണിക്കരുടെയും തോമ പണിക്കരുടെയും മകനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം തന്റെ ജന്മഭൂമിയിൽ നടത്തിയതിനു ശേഷം 1900 ജാനുവരി 9 ഡീക്കനായി. 1907 മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് MA ബിരുദം നേടിയ ആദ്യത്തെ MA അച്ഛനായി. തുടർന്ന് കോട്ടയത്തെ MD സെമിനാരിയിൽ സ്കൂളിന്റെ പ്രിൻസിപ്പലായി നിയമിതനായി. 1908 സെപ്റ്റംബർ 15 അദ്ദേഹം ഒരു പുരോഹിതനായി. 1913 സെപ്റ്റംബർ 15 അദ്ദേഹം പുരോഹിതനാവുകയും സെറാംപൂർ കോളേജിൽ എക്കണോമിക്സ് ചെറിയ പ്രൊഫസർ സ്ഥാനം വഹിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉള്ളൂ ശാക്തീകരണം സാധ്യമാകുക എന്ന വസ്തുതബോധത്തോടെ അദ്ദേഹം മാരിയമ്മൻസ് കോളേജിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായി അദ്ദേഹം കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ കൽക്കട്ടയിലെ ഗുരുദേവ് കോളേജിൽ പ്രവേശിപ്പിച്ചു. 1925 മെയ് 1 അദ്ദേഹം ബിഷപ്പായി. മലങ്കര സഭയെ യൂണിവേഴ്സൽ കത്തോലിക്ക സഭയുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കഠിന പ്രയത്നം നടത്തി. 1930 സെപ്റ്റംബർ 15 പുനരൈക്യപ്പെടുകയും ചെയ്തു. ഐക്യത്തിന്റെ പ്രവാചകൻ എന്ന നിലയിൽ പിതാവിനെ ആദരിക്കുന്നത് തികച്ചും ന്യായമാണ്. 1947 സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി പരിഗണിച്ചു. ദേശസ്നേഹി, പ്രശസ്ത പണ്ഡിതൻ, കിഴക്കിന്റെ ദർശകൻ, ക്രിസ്തുതത്വചിന്തകൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചു. തന്റെ പാസ്റ്റർ ശുശ്രൂഷയ്ക്കും മനുഷ്യജീവിതത്തിനും വിവിധ വശങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ സംഭാവന നൽകി. മലങ്കര കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ച അദ്ദേഹം സഭാ നവീകരണ ശ്രമങ്ങളുടെ അമരക്കാരനായി ബഥനി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനുമായിരുന്നു. ദൈവസേവനത്തേക്കാൾ അത്യുത്തമം ദൈവസമ്പാദനമാണ് എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പുനരൈക്യത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു. സത്യത്തിന്റെ പാതയിലൂടെ മാത്രം ചരിക്കുകയും യഥാർത്ഥ ത്യാഗത്തിന്റെ മതജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്ത മഹാനായിരുന്നു പിതാവ്. സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ദൈവം നൽകിയ മഹാദാനമാണ് ദേവദാസൻ മാറിവാനിയസ് പിതാവ്. പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ശില്പി, ബഥനി സന്യാസ സ്ഥാപകൻ, മലങ്കരയുടെ മഹാരഥൻ, സർവസംഘ പരിത്യാഗി, ഭാരത ന്യൂമാൻ, അങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുമ്പോഴും അദ്ദേഹം സഭയുടെയും സമുദായത്തിന്റെ നന്മയ്ക്കായി അഹോരാത്രം പ്രയത്നിച്ചു. പിതാവിന്റെ നിരന്തര പ്രസംഗത്തിന്റെ ഫലമായി 1932 ജൂൺ 11 മലങ്കര കത്തോലിക്ക സഭ ഹൈറാർക്കി സ്ഥാപിതമായി.
തുടർന്ന് തിരുവനന്തപുരം അതിരൂപതയുടെ പ്രഥമ മെത്രാനായി. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും ഒട്ടേറെ നന്മകൾ കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ അടുത്തിട്ട് നിന്ന് മുൻനിരയിലേക്ക് എത്തിയവരാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. അഭിമന്യ പിതാവ് 1953 ജൂലൈ 15 മലങ്കര അസ്തമിച്ചു. 1998 ഫെബ്രുവരി 25 വിശുദ്ധ നാമകരണ നടപടികൾ സഭ ഔദ്യോഗികമായി ആരംഭിച്ചു. 2007 ജൂലൈ 14 ക്ലീമീസ് കലോലിക്ക ബാബ ദൈവദാസനായി പ്രഖ്യാപിച്ചു. 2024 മാർച്ച് 14 അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ പദവിയിലേക്കുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. എത്രയും വേഗം ആ നടപടികൾ പൂർത്തിയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പുനരേക പ്രസ്ഥാനത്തിന് ശില്പി എന്ന നിലയിൽ പ്രശംസിക്കപ്പെടുമ്പോൾ ആരവങ്ങളുടെ പിറകിൽ പോവാതെ ദൈവം നടന്ന പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു പിതാവിനെയാണ് നാം കാണാൻ സാധിക്കുന്നത്. 70 വർഷം നീക്കിവെച്ച ദേവദാസന്മാരായ പിതാവിന്റെ ഓർമ്മപ്പെരുന്നാളാണ് ജൂലൈ 15 നാം കൊണ്ടാടിയത്. ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാവേലിക്കര ഭദ്രാസനത്തിന്റെ ഒരു മകനായി തീരുവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ദൈവത്തിന്റെ തിരുവിഷ്ടം മാത്രം അന്വേഷിക്കുകയും യേശു മുഖാന്തരം യേശുവിനോട് കൂടി നിനക്ക് സർവ്വം ലഭിക്കുമെന്ന ഏറ്റവും മഹത്തായി വിശ്വസിച്ച് അവിടുത്തെ ശരണപ്പെട്ടുകൊണ്ട് എന്റെ പിതാവിന്റെ മാത്രത്തിലെ വാക്യം പിടിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മരുവും പാവനനാം താതാ സർവേശ്വരനാഥ അഖിലാണ്ടത്തിൻ സൃഷ്ടാവേ സർവം പരിപാലിപ്പവനേ തൃത്വേ ജനഗദനാം നാഥ പ്രാർത്ഥന കേട്ടേകീടണമേ അടിയാർക്കായി യാചനയെപ്പോഴും ദ്യോവിൽ മരുവും ഈശോ മിശിഹായേ സഹദേന്മാർനാഥ പുണ്യാത്മാക്കൾ നായകനെ കന്യാപുത്ര കർത്താവേ നിൻ സ്നേഹിതരാം ശുദ്ധർത്തൻ പ്രാർത്ഥന കേട്ടേകീടണമേ അടിയാർക്കായി യാചനയെപ്പോഴും ദ്യോവിൽ മരുവും പാവനറൂഹായേ തീനാവിൻ രൂപേ ശ്ലീഹരിലാവാസം ചെയ്ത പരിശുദ്ധാത്മാവാം ദേവ നിൻ സ്നേഹിതരാം സഹദേർത്തൻ പ്രാർത്ഥന കേട്ടേകീടണമേ
അടിയാർക്കായി യാചനയെപ്പോഴും